ഹലോ ഹായ് ചത്ത പച്ച. എന്താ പറയുക, ഈ സിനിമ ഈ സിനിമ തന്നൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. ഓഫ്, എജാതി തിയേറ്റർ എക്സ്പീരിയൻസ്. ഇലക്ട്രിഫൈങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഗൂസ് ബംസ്, അഡ്രിനാലിൻ റഷ് ഒക്കെ അടിപൊളി എൻ്റർടൈനർ. ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അദ്വൈത് നായരാണ്. സിനിമാറ്റോഗ്രാഫി ആനന്ദ് സി ചന്ദ്രൻ, മ്യൂസിക് മുജീബ് മജീദ്, അല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ദ ഗ്രേറ്റ് ശങ്കർ എഹ്സാൻ ലോയി, പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് പ്രവീൺ പ്രഭാകർ. അങ്ങനെ ഒരുപാട് ടെക്നിക്കൽ ടീമൊക്കെ ഗംഭീരമാണ്. ടെക്നിക്കലി ഈ പടം വേറെ ലെവലാണ്. ഓ, സിനിമാറ്റോഗ്രാഫിയൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. പിന്നെ പെർഫോമൻസ്, അർജുൻ അശോകൻ, റോഷൻ മാത്യു, പിന്നെ ആ ഹീറോയിൻ്റെ പേരെന്താ, കാർമൻ സി മാത്യു, പിന്നെ എന്താ വിശാഖ് നായർ വില്ലൻ റോളിൽ. ഇവരൊക്കെ അങ്ങോട്ട് ആ ക്യാരക്ടേഴ്സായിട്ട് അങ്ങോട്ട് അർമാദിച്ചു. സത്യം പറഞ്ഞാൽ സൂപ്പർ പെർഫോമൻസ്, ഗംഭീരമായിട്ടുണ്ട്. ഇതിനേക്കാളും ഗംഭീരമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഇവർക്ക് ഇനി ഡെലിവർ ചെയ്യാൻ പറ്റില്ല. അവരുടെ മാക്സിമം ഔട്ട്പുട്ട് അവർ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഗംഭീര പെർഫോമൻസ്. പിന്നെ ഒരു ലാസ്റ്റ് ക്യാമിയോ റോളിൽ നമ്മളെ മമ്മൂക്കയുണ്ട്. അത് പൊതുവെ അതത്ര വലിയൊരു സസ്പെൻസ് എലമെൻ്റ് അല്ല, പൊതുവെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. കിഡിലൻ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണണം. ഒരു ഫെസ്റ്റിവൽ വൈബിൽ എൻജോയ്മെൻറ്റിൽ ഇരുന്ന് കാണാൻ പറ്റും. നല്ല ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയാണ് ചത്ത പച്ച, ദ റിംഗ് ഓഫ് റൗഡീസ്. ഹലോ ഹായ് ചത്ത പച്ച. എന്താ പറയുക, ഈ സിനിമ തന്നൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. ഓഫ്, എജാതി തിയേറ്റർ എക്സ്പീരിയൻസ്. ഇലക്ട്രിഫൈങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഗൂസ് ബംസ്, അഡ്രിനാലിൻ റഷ് ഒക്കെ അടിപൊളി എൻ്റർടൈനർ. ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അദ്വൈത് നായരാണ്. സിനിമാറ്റോഗ്രാഫി ആനന്ദ് സി ചന്ദ്രൻ, മ്യൂസിക് മുജീബ് മജീദ്, അല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ദ ഗ്രേറ്റ് ശങ്കർ എഹ്സാൻ ലോയി, പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് പ്രവീൺ പ്രഭാകർ. അങ്ങനെ ഒരുപാട് ടെക്നിക്കൽ ടീമൊക്കെ ഗംഭീരമാണ്. ടെക്നിക്കലി ഈ പടം വേറെ ലെവലാണ്. ഓ, സിനിമാറ്റോഗ്രാഫിയൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. പിന്നെ പെർഫോമൻസ്, അർജുൻ അശോകൻ, റോഷൻ മാത്യു, പിന്നെ ആ ഹീറോയിൻ്റെ പേരെന്താ, കാർമൻ സി മാത്യു, പിന്നെ എന്താ വിശാഖ് നായർ വില്ലൻ റോളിൽ. ഇവരൊക്കെ അങ്ങോട്ട് ആ ക്യാരക്ടേഴ്സായിട്ട് അങ്ങോട്ട് അർമാദിച്ചു. സത്യം പറഞ്ഞാൽ സൂപ്പർ പെർഫോമൻസ്,